അതിജീവനത്തിന്റെ നാൾവഴികൾ താണ്ടി നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുമായി വികസന മുന്നേറ്റ ജാഥയുടെ നായകൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MP ഗോവിന്ദൻ മാസ്റ്റർ വേദിയിലെത്തി. ജാഥ ലീഡറെയും മാനേജരെയും അതുപോലെ തന്നെ ഇതിലെ സ്ഥിരാംഗങ്ങളെയും അണിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട് ക്ഷണിക്കുകയാണ്. ജാഥ ലീഡർ MP ഗോവിന്ദൻ മാസ്റ്റർ ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിന് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി തൃക്കരിപ്പൂരിന്റെ MLA-യും സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള സഖാവ് രാജഗോപാലൻ ജാഥ മാനേജർ CPI-യുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാർ MPയെ ഈ സംഘാടക സമിതിയുടെ കൺവീനർ P. ജനാർദ്ദനൻ ഈ ജാഥയുടെ അംഗം കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായിട്ടുള്ള ശ്രീ മാത്യു കുന്നപ്പള്ളിയെ CPI-യുടെ CV വിജയരാജ് സ്വീകരിച്ചു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ ഈ ജാഥയുടെ അംഗമായിട്ടുള്ള നേതാവ് TP ദിവാകരനെ കോൺഗ്രസ് എസിന്റെ KV പുരുഷോത്തമൻ സ്വീകരിക്കുന്നു. NCP-യുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഈ ജാഥയിലെ അംഗം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ RJD-യുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ PV തമ്പാൻ സ്വീകരിക്കും. ഈ ജാഥയിലെ അംഗമായിട്ടുള്ള RJD-യുടെ സംസ്ഥാന നേതാവ് ശ്രീ മനയത്ത് ചന്ദ്രനെ NCP-യുടെ ജില്ലാ നേതാവ് രാജു കൊയ്യൻ സ്വീകരിക്കും. ഈ ജാഥയിലെ അംഗം കോൺഗ്രസ് എസിന്റെ നേതാവ് ശ്രീ U. ബാബു ഗോപിനാഥിനെ കേരള കോൺഗ്രസ് എമ്മിന്റെ ബാബു നെടിയകാല സ്വീകരിക്കുന്നതാണ്. കേരള കോൺഗ്രസ് B-യുടെ നേതാവ് ശ്രീ വടകോട് മോനച്ചനെ INL-ന്റെ AG ബഷീർ സ്വീകരിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് AJ ജോസഫിനെ കേരള കോൺഗ്രസ് B-യുടെ സുരേഷ് പുതിയടത്ത് സ്വീകരിക്കുന്നു. CPI-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ ജാഥയിലെ സ്ഥിരാംഗമായിട്ടുള്ള KS സലീഖയെ കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് രതീഷ് പുതിയപുരയിൽ സ്വീകരിക്കുന്നതാണ്. INL സംസ്ഥാന സെക്രട്ടറി ഈ ജാഥയിലെ അംഗം കാസിം ഇരിക്കൂറിനെ PC സുബൈദ സ്വീകരിക്കുന്നതാണ്. കേരള കോൺഗ്രസ് കറിയയുടെ ഈ ജാഥയിലെ സ്ഥിരാംഗം നൈസ് മാത്യുവിനെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ നേതാവ് KM ബാലകൃഷ്ണൻ സ്വീകരിക്കുന്നതാണ്. വടകോട് മോനച്ചനെ PC സുബൈദ സ്വീകരിക്കുന്നു. ജാഥ ലീഡറെ AG ബഷീർ INL. അടുത്തതായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ജാഥ ലീഡർ MP ഗോവിന്ദൻ മാസ്റ്റർ ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ജാതിയോടൊപ്പം സഞ്ചരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സംസ്ഥാന നേതാക്കൾ, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രമുഖരായ ജില്ലാ സംസ്ഥാന നേതാക്കൾ, ഇവിടെ മുൻപതിയിൽ തന്നെ ഇരിക്കുന്ന പഴയകാല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ 3 ജാഥകളായി സഞ്ചരിക്കുകയാണ്. ഇന്നലെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുമ്പള വെച്ചാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത്. സാധാരണ നിലയിൽ കുമ്പളയിൽ
നടക്കാറുള്ള ഉദ്ഘാടന ജാഥയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയേക്കാൾ വലിയ ജനകീയ മുന്നേറ്റമാണ് ഇന്നലെ കുമ്പളയിൽ ഞങ്ങൾ കണ്ടത്. എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചാലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന കൃത്യമായ പ്രഖ്യാപനത്തോടെ ആയിരക്കണക്കിന് ജനങ്ങൾ ജാതിയെ വരവേൽക്കുന്നതിനു വേണ്ടി ഉദ്ഘാടനം മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് ജില്ലയിലെ 5ാമത്തെ പരിപാടിയാണിത്. ഈ പരിപാടിയിൽ വരെ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയിട്ടുള്ളത് എന്നത് ഞങ്ങളോടുള്ള ബഹുമാനം സ്നേഹം കൊണ്ടല്ല, ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി കൊണ്ടാണ് നിങ്ങളിവിടെ ജനകീയ മുന്നേറ്റം തീർത്തത് എന്ന് ഞങ്ങൾക്ക് അറിയാം. ഇതൊരു സൂചനയാണ്. കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചന. ആ ദിശാബോധത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ ജാഥയെ ഓരോ കേന്ദ്രത്തിലും കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഉണ്ടാക്കുന്നില്ല. 2-3 പ്രസംഗങ്ങൾ നമ്മൾ ജാഥാ അംഗങ്ങളുടേത് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഈ ജാഥയിൽ മുന്നോട്ടേക്ക് വെച്ചത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു വർഗീയ സംഘർഷവും വർഗീയ സംഘടനവുമില്ലാത്ത ഇന്ത്യയിലെ സമാധാനത്തിൻ്റെ കേന്ദ്രഭൂമിയായിട്ട് രാജ്യമറിയുന്ന ഒരു നാട്, അതാണ് ഈ കേരളം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ജനതയുടെ നാടായിട്ട്, ആവാസ കേന്ദ്രമായിട്ട് കേരളം നിൽക്കുക. ബാക്കി ഓരോ സംസ്ഥാനത്തിൻ്റെയും അവസ്ഥ എന്താണ്? എത്ര വലിയ കലാപങ്ങളാണ് ഇവിടെ ഈ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നടക്കുന്നത്. കേരളത്തിൽ മത സൗഹാർദ്ദം, മതനിരപേക്ഷത അത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ വികാരമാണ്. ഒരു ശക്തിയെയും വർഗീയ സംഘർഷത്തിലേക്ക്, വർഗീയ സംഘടനത്തിലേക്ക്, വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ഏതെങ്കിലും പ്രവണതയെ അപ്പോൾ തന്നെ മുളയിൽ തന്നെ നുള്ളാൻ, ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ വർഗീയതക്കെതിരായ അതിശക്തിയായ ഒരു പോരാട്ടം രാജ്യത്ത് നടത്തും. നമുക്കെതിരായിട്ടുള്ള വലിയ കള്ളപ്രചാരവേദിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നപ്പോൾ ഞാൻ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്ത്, അതുപോലെ തന്നെ ഇവിടെ ഈ ചുറ്റുവട്ടത്തിലൊക്കെയാണ് മൃഗസന്ദർശന പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പടന്ന പോയപ്പോൾ പടന്നയിലെ ഞങ്ങളുടെ സഹാക്കളും അനുഭാവികളും അല്ലാത്തവരും ഒക്കെ ഞങ്ങളുമായി വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഇവിടെയൊക്കെ വ്യാപകമായ പ്രചരണം നടത്തിയത് SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണ് എന്നാണ്. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ പാർട്ടി തന്നെ സുപ്രീം കോടതിയിൽ SIR-നെതിരായിട്ട് കേസ് കൊടുത്തതാണ്. വളരെ ഫലപ്രദമായിട്ട് അതിൽ ഇടപെട്ടിട്ടുള്ളതാണ്.